നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിൽ സംഘർഷങ്ങൾ അവസാനിക്കാൻ പോകുന്നു എന്ന തോന്നൽ ഉണ്ടായതാണ്. പശ്ചിമേഷ്യയിൽ ശാശ്വതമായി സമാധാനമുണ്ടാകുന്നു എന്ന് പലരും വിലയിരുത്തിയതാണ്. കാരണം സമാധാന ഉടമ്പടിയിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറായി. മാത്രമല്ല, അതിനുശേഷമുള്ള തുടർ ചർച്ചകൾക്കായി ഇറാൻ സംഘം സ്വിറ്റ്സർലൻഡിലെത്തിയിരുന്നു. അമേരിക്കൻ സംഘവും സ്വിറ്റ്സർലൻഡിലെത്തി. അവർ പരസ്പരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയതുമാണ്. പക്ഷേ പൊടുന്നനെ അയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയായിരുന്നു. ചെറിയ ആക്രമണമൊന്നുമായിരുന്നില്ല. രാജ്യത്തിൻ്റെ 85 തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ സമാധാനം എന്നത് അകലെയാണോ എന്ന ചോദ്യചിഹ്നം ഉയർന്നിരുന്നു. അതായത് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം കൂടി നമ്മൾ ഓർക്കണം. അതായത് ഈ ഇറാനുമായി ചർച്ച നടത്തുന്നത് വെറുതെ സമയം പാഴാക്കലാണ്. സമാധാന ഉടമ്പടി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും റദ്ദാക്കിയിരിക്കുന്നു. ഇറാന് ഇനി മനസ്സിലാകുന്ന ഭാഷയിൽ അമേരിക്ക സംസാരിക്കും എന്നാണ് അമേരിക്ക പറഞ്ഞത്. സത്യത്തിൽ ഈ പ്രകോപനത്തിൻ്റെ കാരണം എന്താണ്? അമേരിക്ക യാതൊരു പ്രകോപനവുമില്ലാതെയല്ല ഇറാനെ വീണ്ടും ആക്രമിച്ചത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അമേരിക്ക പറയുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ 3 കപ്പലുകളെ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ്. ഇതൊരിക്കലും അമേരിക്കയ്ക്ക് ക്ഷമിക്കാൻ കഴിയുന്ന തെറ്റല്ല. യുദ്ധമെല്ലാം നിർത്തിവെക്കുന്നു എന്ന് പറയുന്നു, വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, സമാധാന ഉടമ്പടി ഒപ്പുവെക്കുന്നു, അതിനുശേഷം വെറുതെ പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ഒരു മാന്യതയല്ല എന്ന് ഈ അമേരിക്ക മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞത്. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെ അമേരിക്ക ഒമാൻ തീരത്തുകൂടി ഒരുക്കിയ മറ്റൊരു കപ്പൽ ചാലിലൂടെ ആരെയും ഉപദ്രവിക്കാതെ പോയിക്കൊണ്ടിരുന്ന ചരക്ക് കപ്പലുകളെ IRGC ആക്രമിച്ചതാണ് വീണ്ടും ഈ സമാധാന ഉടമ്പടിയെല്ലാം വലിച്ചു കീറി എറിഞ്ഞ് ഇറാനെ ആക്രമിക്കാനുള്ള കാരണമായി തീർന്നത് എന്നാണ് പൊതുവെ പറയുന്നത്. തീർച്ചയായും അതൊരു കാരണം തന്നെയാണ്. പക്ഷേ ഇറാനെ പൊടുന്നനെ ആക്രമിക്കാനും അമേരിക്കയ്ക്ക് ഇത്ര വലിയ മനംമാറ്റമുണ്ടാകാനും മറ്റൊരു കാരണമുണ്ട്. അതായത് ഇസ്രായേൽ നേരത്തെ പറഞ്ഞതാണ്, ഈ പറയുന്നത് പോലെ സമാധാന ചർച്ചയ്ക്കൊന്നും ഇറാനെ കൊള്ളില്ല, സമാധാന ചർച്ചകൾ പാടില്ല, വെടിനിർത്തൽ പാടില്ല, ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കണം, ഇറാൻ്റെ സൈനിക ശേഷിയെ ഇല്ലാതാക്കുന്നതുവരെ ആക്രമണം നടത്തണമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. പക്ഷേ അപ്പോഴും അമേരിക്ക ഇസ്രായേലിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യം സമാധാന ചർച്ചകൾ നടത്താൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ പൊടുന്നനെ ട്രംപിൻ്റെ മനസ്സ് മാറി. അതിന് ഈ പറയുന്ന കപ്പലുകളെ ആക്രമിച്ചത് മാത്രമല്ല കാരണം. അതായത് വളരെ വ്യക്തമായി അമേരിക്കൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്താനുള്ള ഒരു നീക്കം നടന്നുവെന്ന് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് മനസ്സിലാക്കുന്നു. മൊസാദ് ഈ വിവരം അടിയന്തരമായി വൈറ്റ് ഹൗസിന് കൈമാറുന്നു. ആ സമയത്ത് വൈറ്റ് ഹൗസിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുർക്കിയിലേക്ക് നാറ്റോ സഖ്യരാജ്യങ്ങളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പ്രസിഡന്റ് ട്രംപ് ഒരുക്കങ്ങൾ കൂട്ടുന്ന ഒരു സമയം കൂടിയായിരുന്നു. ആ സമയത്താണ് ഇത്തരമൊരു വളരെ രഹസ്യമായ ഒരു സന്ദേശം മൊസാദിൽ നിന്നും അമേരിക്കയ്ക്ക് കിട്ടുന്നത്. അതിൽ വളരെ കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ വകവരുത്താൻ ഇറാൻ എന്തൊക്കെ നീക്കങ്ങൾ ഇപ്പോൾ പുതുതായി നടത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ഒട്ടനവധി വധശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ വധശ്രമങ്ങളെയെല്ലാം ഇപ്പോൾ അമേരിക്കയുടെ സുരക്ഷാ ഏജൻസികൾ വിഫലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പണി തന്നെയാണ് ഇപ്പോൾ. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവരുടെ ടാർഗറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിരന്തരം ആക്രമണ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. പക്ഷേ അതല്ല, പുതുതായി ഇറാൻ്റെ സൈന്യമായ IRGC നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. ആ പദ്ധതിയുമായി അവർ മുന്നോട്ട് പോയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളാണ് മൊസാദിന് കിട്ടിയത്. ആ വിവരങ്ങൾ വളരെ ഗൗരവമേറിയതായിരുന്നു. ആ വിവരമായിരുന്നു വൈറ്റ് ഹൗസിന് അല്ലെങ്കിൽ പെൻറ്റഗണിനൊക്കെ മൊസാദ് കൈമാറിയത്. അതിൻ്റെ ഭാഗമായി ഇറാൻ്റെ പദ്ധതികൾ എന്തൊക്കെയായിരുന്നു എന്ന് വളരെ കൃത്യമായി എല്ലാ വിശദാംശങ്ങളും ട്രംപിൻ്റെ മേശപ്പുറത്തെത്തി. അത് ട്രംപ് കാണുന്നുണ്ട്. അതിനുശേഷമാണ് ട്രംപ് ഈ സമാധാന ചർച്ചകളെല്ലാം നിർത്തിവെച്ച് ഉടൻ തന്നെ ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള
ഒരു തീരുമാനമെടുത്തത്. കാരണം ഒരു ഭാഗത്ത് സമാധാന ചർച്ച, മറുഭാഗത്ത് കൊന്നുകളയാനുള്ള പദ്ധതി, ഇത് രണ്ടും ഒരുമിച്ച് പോകില്ല എന്ന് അമേരിക്ക തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആക്രമണം, മനംമാറ്റമുണ്ടായത്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. അമേരിക്കൻ മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭിച്ചത് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ്. പേര് വെളിപ്പെടുത്താത്ത ചില വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരാണ് അമേരിക്കൻ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഈ ഒരു ആക്രമണം, മനംമാറ്റം അമേരിക്കയ്ക്ക് ഉണ്ടായത് എന്ന് പിന്നീട് പത്രങ്ങൾ വായിച്ചെടുക്കുകയായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു ആക്രമണ പദ്ധതിയെക്കുറിച്ച് മൊസാദ് അറിഞ്ഞതും, മൊസാദ് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് വിവരങ്ങൾ കൊടുത്തതും, നെതന്യാഹു തന്നെ നേരിട്ട് ട്രംപിനെ കാണാൻ എത്താൻ തയ്യാറായതുമെല്ലാം ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിരുന്നു. ആ കാരണത്തിന് പിന്നിൽ ട്രംപിന് നേരെ നടന്ന വളരെ ഗൗരവകരമായ ഒരു വധശ്രമമായിരുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അതായത് രണ്ട് കാരണങ്ങളാണ്, രണ്ട് തെളിവുകളും ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പത്രങ്ങൾ നൽകുന്നുണ്ട്. അതായത് തുർക്കിയിലെത്തിയതിനു ശേഷം ട്രംപിൻ്റെ പ്രതികരണം, ഞാൻ മാത്രമാണ് അവരുടെ ടാർഗറ്റ്, അത് നടക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് അന്ന് തുർക്കിയിൽ വെച്ച് പ്രസ്താവനയിൽ പറഞ്ഞു. അദ്ദേഹം വിമാനം ഇറങ്ങിയ ഉടനെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഇറാനെതിരെ അദ്ദേഹം അതിരൂക്ഷമായി പ്രതികരിച്ചത്. തന്നെ കൊല്ലാൻ അവർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. രണ്ടാമത്തെ തെളിവ് എന്ന് പറഞ്ഞാൽ ട്രംപിന് ഇപ്പോൾ എയർഫോഴ്സ് 1 വിമാനം, ഒരു പുതിയ എയർഫോഴ്സ് 1 വിമാനം ലഭിച്ചു. അതായത് ഖത്തറാണ് എയർഫോഴ്സ് 1 വിമാനം എല്ലാവിധ സെക്യൂരിറ്റി സംവിധാനങ്ങളോടും കൂടി ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര പ്ലെയിൻ എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചത്. ഖത്തറുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധമൊക്കെ കണക്കിലെടുത്താണ് ട്രംപിന് ഇങ്ങനെ ഒരു സമ്മാനം ഖത്തർ അധികൃതർ നൽകിയത്. ഈ സമ്മാനം ഈ അടുത്തിടെ ട്രംപ് ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ട്രംപിൻ്റെ യാത്രകളെല്ലാം ഈ എയർഫോഴ്സ് 1-ലാണ്, പുതിയ എയർഫോഴ്സ് 1-ലാണ്. പഴയ എയർഫോഴ്സ് 1 വിമാനങ്ങൾ അവിടെ മാറ്റിയിടുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ തുർക്കിയിലേക്ക് ഈ പറയുന്ന നാറ്റോ സഖ്യകക്ഷികളുടെ യോഗത്തിനായി ട്രംപ് പോകാനിരുന്നതും പുതിയ എയർഫോഴ്സ്, അതായത് ഖത്തർ സമ്മാനിച്ച പുതിയ എയർഫോഴ്സ് 1 പ്ലെയിനിലായിരുന്നു, വിമാനത്തിലായിരുന്നു. പക്ഷേ പൊടുന്നനെ പുതിയ എയർഫോഴ്സ് 1 വിമാനം മാറ്റി പഴയ എയർഫോഴ്സ് 1 വിമാനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് യാത്രയായത്. അതായത് പുതിയ വിമാനത്തിൽ അത്ര കണ്ട് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. അതായത് പരമാവധി സുരക്ഷാ സംവിധാനങ്ങൾ വച്ചിട്ടുണ്ട്, പക്ഷേ പഴയതിനപ്പുറത്തേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആയിട്ടില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പുതിയത് വേണ്ട, പഴയത് തന്നെ മതി. ഒരു വ്യോമാക്രമണം പോലും അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു. നേരിട്ടുള്ള ഒരു ആക്രമണമാണ്, പ്രോക്സികളെയോ വാടക കൊലയാളികളെയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമല്ല. ഇറാൻ നേരിട്ട് ഡൊണാൾഡ് ട്രംപിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പഴയ എയർഫോഴ്സ് 1 വിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ട്രംപ് തുർക്കിയിലേക്ക് യാത്ര ചെയ്തത്. തുർക്കി ഇറാൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് എന്നും നമ്മൾ ഓർക്കണം. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമേരിക്ക പൊടുന്നനെ മനസ്സ് മാറ്റുന്നത്. ഇറാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോഴും ഇറാൻ്റെ മനസ്സിൽ ഇതായിരുന്നു, ട്രംപിനെ കൊല്ലണം എന്നൊരു വികാരം മാത്രമേ ഇപ്പോൾ ഇറാൻ ഉള്ളൂ എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. അതിൻ്റെ ഭാഗമായി അമേരിക്ക നിലപാട് മാറ്റുന്നു. 85 ഇടങ്ങളിൽ ആക്രമണം നടത്തുന്നു. ഇപ്പോഴും പല തന്ത്രപ്രധാനമായ മേഖലകളിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ, ഇപ്പോൾ ഖമേനിയുടെ ഖബറടക്കം കഴിഞ്ഞിരിക്കുന്നു, വരും ദിവസങ്ങളിൽ അമേരിക്ക ശക്തമായ ആക്രമണം നടത്തും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനയും. എന്തായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെയധികം സെക്യൂരിറ്റി റിസ്ക് നേരിടുന്ന ഒരു ലോക നേതാവാണ്. പ്രത്യേകിച്ചും ഈ ഇറാൻ്റെ ആക്രമണത്തിന് ശേഷം, ഇറാനുമായിട്ടുള്ള സംഘർഷത്തിന് ശേഷം സ്ഥിതിഗതികൾ അത്രമാത്രം രൂക്ഷമാണ്. നമുക്കറിയാം, ഇറാനിൽ ഒരു ഇസ്ലാമിക ഭരണകൂടമാണുള്ളത്, ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഭരണകൂടമാണുള്ളത്. ആ ഭരണകൂടത്തെ നയിച്ചിരുന്നത് അയത്തുള്ള ഖമേനി എന്ന പഴയ ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവായിരുന്നു. അയത്തുള്ള ഖമേനിയെ ഫെബ്രുവരി 28 നടത്തിയ സൈനിക നടപടിയിൽ അമേരിക്ക വകവരുത്തിയിരുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് അയത്തുള്ള ഖമേനിയെ വകവരുത്തിയത്. അത് ഇറാൻ ഒരിക്കലും പൊറുക്കാനോ മറക്കാനോ സാധിക്കാത്ത ഒരു കാര്യമാണ്. അയത്തുള്ള ഖമേനി ഇത്തരത്തിൽ ഇറാനെ ചർച്ചയ്ക്ക് വിളിച്ച ശേഷം, ചർച്ചയ്ക്ക് ഇങ്ങനെ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അയത്തുള്ള ഖമേനിയെ വധിക്കുകയായിരുന്നു, പൊടുന്നനെ വധിക്കുകയായിരുന്നു അമേരിക്കയും ഇസ്രായേലും. അദ്ദേഹം ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം ബംഗറിൽ പോലും ഒളിവിൽ പോയില്ല. അയത്തുള്ള ഖമേനി സ്വന്തം ഓഫീസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നിർണായകമായ യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കനത്ത ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിൽ 100-ലധികം പേരാണ് മരിച്ചത്. അയത്തുള്ള ഖമേനി, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഇറാൻ സൈന്യത്തിൻ്റെ ഉന്നത നേതൃത്വം, ഇതെല്ലാം തന്നെ നിമിഷങ്ങൾക്കകം തന്നെ തുടച്ചു മാറ്റപ്പെട്ടു. ആദ്യ ദിവസം തന്നെ ഖമേനി കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇറാൻ്റെ പതനം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. ഇറാൻ ശക്തമായി തന്നെ ഗൾഫ് രാജ്യങ്ങളെ തിരിച്ചടിച്ചു. പിന്നീട് വെടിനിർത്തലുണ്ടായി, ഹോർമൂസ് അടച്ചിട്ടു. പക്ഷേ അമേരിക്കയ്ക്ക് ഇറാനെ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് താല്പര്യമുണ്ടായി. പല രാജ്യങ്ങളും
രാജ്യങ്ങളും ഇതിനകത്ത് മധ്യസ്ഥത വഹിച്ചു. അങ്ങനെ ഇറാൻ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നുവെന്ന് മാത്രം. പക്ഷേ ആ ഫെബ്രുവരി 28 ഇറാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഖമൈനിയുടെ ഖബറടക്കം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അവിടെ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ഇറാനിയൻ ജനത അല്ലെങ്കിൽ അവർ ട്രംപിനെ കൊല്ലും എന്ന ഒരു പ്ലക്കാർഡും ഉയർത്തിയാണ് ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ട്രംപ് വലിയ സുരക്ഷാ ഭീഷണിയിലാണ്. ഈ പറയുന്ന ഏകാധിപത്യ ഭരണകൂടം അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും പാലിക്കണമെന്നുമില്ല. അവർ ഭ്രാന്ത് മൂത്ത് എന്തും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിനെ പേടിക്കാൻ ഉണ്ട്, ഭയപ്പെടാൻ പലതുമുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ പെട്ടെന്ന് മാറ്റം നടത്തിയത്. ഇനിയും ട്രംപിനെ ആക്രമിക്കും, ട്രംപിനെ വകവരുത്തും എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. ഇനി ആക്രമിച്ച് നശിപ്പിക്കുക ഇറാനെ എന്നതല്ലാതെ അമേരിക്കയുടെ വഴിയിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. കാരണം ഇസ്രായേലിനെ അവരിപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. കാരണം അവരുടെ പക്കൽ ആണവായുധങ്ങൾ എത്തും എന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു എന്നൊരു പ്രതീക്ഷ ഇറാനുണ്ട്. ആ ആണവായുധങ്ങൾ ആദ്യം പ്രയോഗിക്കുക ഇസ്രായേലിന് മേലായിരിക്കുമെന്ന് അവർ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യങ്ങൾ ഒട്ടും ആശാവഹമല്ല. പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും കനക്കാനാണ് സാധ്യത. അമേരിക്ക പാടെ നിലപാട് മാറ്റിയിരിക്കുന്നു. ഇസ്രായേൽ അവരുടെ പഴയ നിലപാടിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇസ്രായേലും ഈ ഒരു ആക്രമണത്തിനൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഇപ്പോൾ ഈ ആക്രമണം മുഴുവൻ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയ്ക്കെതിരാണ്. ഹിസ്ബുള്ളയ്ക്കെതിരായി നടത്തുന്ന ആക്രമണങ്ങളെയും ഇറാൻ അപലപിക്കുന്നുണ്ട്. പക്ഷേ കൊന്നേ അടങ്ങൂ എന്ന് ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പഴഞ്ചൊല്ലനുസരിച്ച് ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അയാളെ അതിൽ നിന്നും ആർക്കും തടയാൻ കഴിയില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്താകുമെന്നറിയില്ല. അമേരിക്കയാണ്, ലോകശക്തിയാണ്. ആ അമേരിക്കയോട് ഏറ്റുമുട്ടാൻ ഇറാന് കെൽപ്പുണ്ടോ എന്നറിയില്ല. പക്ഷേ അമേരിക്ക വലിയ ഭയത്തിലാണ്. ഡൊണാൾഡ് ട്രംപിനും ഭയക്കാൻ ഏറെയുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും തുർക്കിയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൻ്റെ ഒരു അളവാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ആക്രമണം പുനരാരംഭിക്കാനും സമാധാന ഉടമ്പടി വലിച്ചു കീറാനും അമേരിക്കയെ പ്രേരിപ്പിച്ചത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണം മാത്രമല്ല, വധശ്രമം കൂടിയാണ്. ഇറാൻ നേരിട്ട് ട്രംപിനെ കൊല്ലാൻ നോക്കിയിരിക്കുന്നു. മൊസാദ് അത് മണത്തറിഞ്ഞിരിക്കുന്നു. അത് അമേരിക്കയ്ക്ക് ചോർന്നു കിട്ടുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം.